ഉറച്ചു നിന്നിട്ടല്ലേ അവസാനം ജീവൻ പോയത്, മരിച്ചുപോയത്. ഇവിടെ ഏതും വിശ്വസിക്കാൻ ആർക്കും സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. പടച്ചവനില്ലെന്ന് പറയുന്നവരിവിടെ ഉണ്ട്, അവർ ഉറച്ചിക്കാൻ. പടച്ചവനെ ചീത്ത പറയുന്നവരുണ്ട്, അവർ ഉറച്ചിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചീത്ത പറയുന്നവർ ഉറച്ചിക്കാൻ. ഉറച്ചു നിൽക്കാണ് മുഹമ്മദ് നബി കേവല സാധാരണ മനുഷ്യൻ എന്നതിൽ. ഞങ്ങൾക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല കേട്ടോ, വെറുതെ പറയണ്ട. ഇനി ഞാൻ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാഗം കേൾപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതിലെന്റെ വള്ളിപ്പുള്ളി വിസർഗം വ്യത്യാസമില്ല, ഞാൻ അതിൽ തന്നെ തുടരും. കാരണം രണ്ട് കൈകൾ വെട്ടിമാറ്റുക എന്നത് ഒരു പ്രശ്നമായി തോന്നുന്നില്ല. കാരണം അത്രയും നീചമായ ഒരു സംഭവത്തിനെതിരെ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മുടിയിലൂടെ വമ്പിച്ച ജനശേഖരണം, അതുപോലെ തന്നെ അദ്ദേഹം പിന്നീട് ഉണ്ടാക്കുന്ന പോകുന്ന ഒരു 40 കോടിയുടെ പള്ളി, ആ പള്ളിയിൽ ഇദ്ദേഹത്തിന്റെ കൂടി ഒരു അന്ത്യവിശ്രമ കേന്ദ്രമാക്കി മാറ്റിയെടുത്ത് അവിടെ വലിയ, ഈ കേരളത്തിൽ നമുക്ക് പരിചയമില്ലാത്ത രീതിയിൽ വലിയൊരു ദർഗയോ അതുപോലത്തെ സ്ഥാപിച്ചിട്ട് ഇവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാണ്. ഇത് പൗരോഹിത്യം ഏത് കാലത്തും പ്രയോഗിച്ചിട്ടുള്ളതാണ്. യഥാർത്ഥമായ വിശ്വാസത്തിൽ നിന്ന് ആളുകളെ അകറ്റിക്കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ളതായ കാട്ടിക്കൂട്ടലുകൾ അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്തും മറ്റു രംഗത്തൊക്കെ ഫലപ്രദമായി പലതും ചെയ്യുന്നുണ്ട്, അതിനൊക്കെ നമ്മൾ അനുകൂലിക്കുന്നു. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു പിറകോട്ടുള്ള നടത്തം, ഘടികാരത്തിന് സൂചി പിറകോട്ട് പിടിച്ചിരിക്കുക എന്നുള്ളത് ഒരു നിലക്കും അംഗീകരിക്കാവുന്നതല്ല. കേട്ടില്ലേ? അയാൾ ഉറച്ചിക്കു ഒരു പള്ളിന്റെ സമീപത്ത് ആ പള്ളി സ്ഥാപിച്ച വ്യക്തിയെ മറവ് ചെയ്യപ്പെട്ടാൽ പൗരോഹിത്യം. എന്നാൽ ഇദ്ദേഹം ഇതുകൊണ്ട് കുത്തിയതാരയാ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയല്ലേ? മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, ബാബു ഫദ്ലി മാ ബൈനൽ ഖബ്രി വൽ മിൻബരി. ബുഖാരി. ബൈത്ത് കൊണ്ട് ഉദ്ദേശം അവിടുത്തെ ഖബറാണ്. ആ ഖബർ പള്ളിയോടനുബന്ധിച്ചാണ്. ആ പള്ളി നിർമ്മിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് പണ്ടേ ഉള്ള പൗരോഹിത്യമാണെന്നല്ലേ ഈ മൗലവി പറഞ്ഞതിനർത്ഥം? അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുരോഹിതനാക്കാനല്ലേ ഈ മൗലവി ഇത് പറഞ്ഞത്? ഇദ്ദേഹത്തിന് ഇസ്ലാമിൽ വിശ്വാസമുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വാസമുണ്ടോ? നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിച്ചോ സുഹൃത്തുക്കളെ. അതെ, ആളുകൾക്ക് തോന്നും ഇദ്ദേഹം കാന്തപുരത്തെ സൂചിപ്പിക്കുകയാണെന്ന്. പക്ഷേ അതിന്റെ പിന്നാലെ കേവല സാധാരണ മനുഷ്യനെന്ന് വിശ്വസിക്കുന്ന അല്ലാഹുവിന്റെ റസൂലിനെ പുരോഹിതനാക്കാനല്ലേ പുറപ്പെട്ടത്? എന്നിട്ട് അദ്ദേഹം റസൂലുള്ളാഹിനെ തീവ്രവാദിയാക്കാൻ വേണ്ടി ഒരു ചെറിയ വാക്ക്, എന്റെ അതേ കൈ രണ്ടും വെട്ടിപ്പോയ പ്രശ്നമല്ല, കൈവെട്ടുന്ന ഏർപ്പാട് ആരുടേതാ മൗലവി? നിങ്ങൾ ലേഖനം എഴുതിയ പത്രം ആരതാ മൗലവി? അത് നിങ്ങൾ മുസ്ലിമീങ്ങളോട് പറ. എന്തെങ്കിലും പറഞ്ഞ് തടിയെടുക്കാൻ അഥവാ ആശയരംഗത്ത് ഖുർആൻ ഉദ്ധരിച്ച് ഞങ്ങൾ നേരിടുമ്പോ, ഹദീസ് ഉദ്ധരിച്ച് നേരിടുമ്പോ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് പച്ചക്കള്ളം പറഞ്ഞ് നിങ്ങൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറങ്ങുന്നത് അത് നിങ്ങളുടെ വിവരക്കേടാണ് കേട്ടോ. ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളുടെ പ്രസ്ഥാനത്തെക്കുറിച്ച്, ഞങ്ങളുടെ നേതൃത്വത്തെക്കുറിച്ച് ഈ രാജ്യത്തുള്ള മുഴുവൻ മതക്കാർക്കും അറിയാം.